കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികകളിലേക്ക് നടത്തുന്ന പരീക്ഷകളിൽ സംസ്ഥാന ആസൂത്രണ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന എക്കണോമിക് റിവ്യൂവിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് മൊത്തം ആഭ്യന്തര വികസനത്തിൻ്റെ വർധനവ് എത്രയാണ്, ആൾഓഹരി വരുമാനം എത്രയാണ്, കേരളത്തിലെ കാർഷിക ഉൽപ്പാദനം എത്രയാണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ളത്. അപ്പോൾ 2026 പ്രസിദ്ധീകരിച്ച സാമ്പത്തിക റിവ്യൂവിനെ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയും അതിൽ നിന്നും വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചെറു വീഡിയോയിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ ചെറു വീഡിയോയിലേക്ക് എർക്കഡസിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുഭൂരിപക്ഷം പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത് മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ GSDPയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. 2026 പ്രസിദ്ധീകരിച്ച സാമ്പത്തിക റിവ്യൂ പ്രകാരം ഈ കേരളത്തിലെ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് 6,85,23,316 ലക്ഷം രൂപയാണ്. അത് 2023-24 വർഷത്തിൽ 6,45,31,2 ലക്ഷം രൂപയായിരുന്നു. അതായത് 2024-25 വളർച്ചാ നിരക്കെന്ന് പറയുന്നത് 6.19%. ഈ വളർച്ചാ നിരക്കിനെ സംബന്ധിച്ചാണ് സ്ഥിരമായി വരുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്. ഈ വളർച്ചാ നിരക്കിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ 2023-24 സാമ്പത്തിക വർഷം മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വർധനവ് 6.73%. അതായത് 2023-24 വർഷത്തെ ആഭ്യന്തര ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 2024-25 വർഷം ചെറിയ ഒരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.19%. നമ്മളത് നമ്മുടെ ഓരോ മേഖലയിലെയും സംഭാവനയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രാഥമിക മേഖലയുടെ സംഭാവന, പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കൃഷി, മത്സ്യബന്ധനം തുടങ്ങിയ ഉൾപ്പെടുന്ന പ്രാഥമിക മേഖലയുടെ സംഭാവന കുറേ വർഷമായി തന്നെ കുറഞ്ഞുകൊണ്ടുവരികയാണ്. അപ്പോൾ 2024-25 സംഭാവന എന്ന് പറയുന്നത് 8.06%. മാനുഫാക്ചറിങ് സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖലയുടെ സംഭാവന 28.49%. സേവന മേഖലയുടെ സംഭാവന എന്ന് പറയുന്നത് 63.45%. അപ്പോൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത് ഏത് മേഖലയുടെ സംഭാവനയാണ് കൂടുതൽ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കേരളത്തിൽ സേവന മേഖലയിൽ നിന്നുള്ള സംഭാവനയാണ് ഏറ്റവും കൂടുതൽ. 2024-25 63.45% തൃതീയ മേഖലയിൽ നിന്നുള്ള സംഭാവന. കഴിഞ്ഞ വർഷത്തെ വളർച്ചാ നിരക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2024-25 വർഷം പ്രാഥമിക മേഖലയുടെ വളർച്ചാ നിരക്ക് 2023-24 0.24%. അത് 2024-25 2.36% കണ്ട് വർദ്ധിച്ചു. എന്നാൽ സേവന മേഖലയുടെ കാര്യത്തിലും ആ ഒരു ദ്വിതീയ മേഖലയുടെ വളർച്ചയുടെ കാര്യത്തിലും അത്ര ഒരു വലിയൊരു മാറ്റം കാണുന്നില്ല. അതായത് ദ്വിതീയ മേഖലയുടെ വളർച്ചാ നിരക്ക് 9.74%. പക്ഷെ നിർഭാഗ്യവശാൽ 2024-25 വളർച്ചാ നിരക്ക് 7.87% കുറയുകയാണ് ചെയ്തത്. സേവന മേഖലയുടെ വളർച്ചാ നിരക്ക് 2023-24 5.74% അത് 2024-25
6.58% വളർന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമെന്ന് പറയുന്നത് മറ്റു 2023-24 താരതമ്യപ്പെടുത്തുമ്പോൾ ഏത് മേഖലയുടെ വളർച്ചാ നിരക്കാണ് കുറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്വിതീയ മേഖലയുടെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് മേഖലയുടെ സംഭാവനയുള്ള വളർച്ചാ നിരക്കാണ് കുറഞ്ഞിരിക്കുന്നത്. അതായത് 9.74% നിന്ന് 7.87% കുറയുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ചോദ്യം സാധാരണയായി ചോദിക്കാറുള്ള ചോദ്യമെന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനത്തെക്കുറിച്ചാണ്. അതായത് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം ദേശീയ ശരാശരിയേക്കാളും കൂടുതലാണ് കേരളത്തിലെ പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. 2023-24 1,79,953 രൂപയായിരുന്നു പ്രതിശീർഷ വരുമാനം. അത് വർദ്ധിച്ച് 2024-25 1,90,149 വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദേശീയ ശരാശരിയേക്കാളും വളരെ കൂടുതലാണ് കേരളത്തിലെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അത് ജില്ലാതലത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ളത് എറണാകുളം ജില്ലയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലുമാണ്. അപ്പോൾ ഇതാണ് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമെന്ന്. ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? പ്രതിശീർഷ വരുമാനത്തിൽ ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? ഏറ്റവും കുറഞ്ഞ ജില്ലകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഏറ്റവും കുറഞ്ഞ ജില്ല ഒന്നും കൂടെ ഞാൻ പറയാം, വയനാട് ജില്ലയും മലപ്പുറം ജില്ലയുമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന വരുമാനത്തെക്കുറിച്ചാണ്. സംസ്ഥാന വരുമാനം എന്ന് പറയുന്നത് പ്രധാനമായും രണ്ടായി തിരിച്ചിട്ടുണ്ട്: റവന്യൂ വരുമാനമെന്ന്, മൂലധന വരുമാനമെന്ന്. റവന്യൂ വരുമാനം എന്ന് പറയുന്നത് 2024-25 1,24,861 കോടി രൂപയായിരുന്നു. അത് 2025-26 1,37,082 കോടി രൂപയായി വർദ്ധിക്കുകയുണ്ടായി. അത് ഇപ്പോൾ അവതരിപ്പിച്ച 2026-27 ബജറ്റ് പ്രകാരം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2026-27 നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,80,972 കോടി രൂപയാണ് റവന്യൂ വരുമാനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൂലധന വരുമാനം എന്ന് പറയുന്നത് 2024-25 48,946 കോടി രൂപയായിരുന്നു. അത് 2025-26 55,372 കോടി രൂപയായി വർദ്ധിച്ചു. അതുപോലെ തന്നെ 2026-27 ബജറ്റ് പ്രകാരം നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂലധന വരുമാനം എന്ന് പറയുന്നത് 56,935 കോടി രൂപയാണ്. അങ്ങനെ നമ്മൾ ആകെ വരുമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ 2024-25 1,73,807 കോടി രൂപയായിരുന്നു നമ്മുടെ ആകെ വരുമാനം. 25-26 1,92,455 കോടി രൂപയായിരുന്നു നമ്മുടെ ആകെ വരുമാനം. നമ്മൾ 26-27 നമ്മൾ പ്രതീക്ഷിക്കുന്ന ആകെ വരുമാനം എന്ന് പറയുന്നത് 2,39,907 കോടി രൂപയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം പരീക്ഷയ്ക്കും ചോദിക്കുന്ന സുപ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് പറയുന്നത് നമ്മുടെ കമ്മിയെ സംബന്ധിച്ചുള്ള കമ്മി ശതമാനത്തെ സംബന്ധിച്ചാണ്, ഡെഫിസിറ്റിനെ സംബന്ധിച്ചാണ്. അത് റവന്യൂ ഡെഫിസിറ്റ് എത്രയാണെന്നും ചോദിക്കും, ചിലപ്പോൾ അത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണെന്നും ചോദിക്കും. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 2023-24 2.49% മാത്രമായിരുന്നു. അത് 2025-26 2.58% വർദ്ധിച്ചു. അത് 2026-27 നമ്മൾ 2.12% കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 2023-24
ഈ 3.86% 2025-26 3.78% കുറയുകയാണ് ഉണ്ടായത്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2026-27 3.40% കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് പണപ്പെരുപ്പ് നിരക്കാണ്, ഇൻഫ്ലേഷൻ. അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഇൻഫ്ലേഷണറി റേറ്റ് എന്ന് പറയുന്നത് 9.05% ജനറലായിട്ടുള്ളത്. അത് ഗ്രാമപ്രദേശത്ത് പട്ടണത്തെ അപേക്ഷിച്ച് പണപ്പെരുപ്പ് നിരക്ക് കൂടുതലാണ്. ഗ്രാമങ്ങളിൽ 9.94% പക്ഷേ പട്ടണത്തിൽ 7.39% മാത്രമായിരുന്നു ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പ് നിരക്കെന്ന് പറയുന്നത്. ജനസംഖ്യയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2001 നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.18 കോടിയായിരുന്നു. അത് 2011 സെൻസസ് വർഷം അത് 3.34 കോടിയായി വർദ്ധിച്ചു. അതായത് ദശവർഷ വളർച്ചാ നിര അല്ലെങ്കിൽ ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 4.91% അത് 2021 നമ്മുടെ സെൻസസ് നടക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പല കാരണങ്ങൾ കൊണ്ടും 2021 നടന്നില്ല. അടുത്ത സെൻസസ് നടക്കാൻ പോകുന്നത് 2027 നടക്കാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ വളർച്ചാ നിരക്കുമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2036 കൂടി നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ 3.69 കോടിയായി വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിനകത്ത് ഈ വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ സംബന്ധിച്ചും വലിയ അന്തരം ജില്ലാതലങ്ങളിലുണ്ട്. ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് മലപ്പുറം ജില്ലയിലാണ്, അതായത് 13.4%. പക്ഷേ എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ -3 അത് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കുറവ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് -3% നിലവിലുള്ള പത്തനംതിട്ടയാണ് നിലവിൽ 2011 കണക്കനുസരിച്ച് ഏറ്റവും ജനസംഖ്യാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല. ഇനി നമ്മൾ പ്രാഥമിക മേഖല, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായി നമുക്ക് പരിശോധിക്കേണ്ടത് കേരളത്തിലെ മൊത്തം ഭൂവിസ്തൃതിയും അതിലെത്രത്തോളമാണ് കൃഷി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ്. അതായത് ഭൂമി വിനിയോഗത്തെ സംബന്ധിച്ച്, ലാൻഡ് യൂട്ടിലൈസേഷൻ സംബന്ധിച്ച് കണക്കാണ്. അത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അത് കേരളത്തിലെ മൊത്തം ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 38.86 ലക്ഷം ഹെക്ടേഴ്സാണ് കേരളത്തിൻ്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത്. ഇതിൽ 64.71% സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് 25.15 ലക്ഷം ഹെക്ടർ വിസ്തീർണത്തിലാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്നത്. അതായത് കേരളത്തിലെ വനമേഖല എന്ന് പറയുന്നത് 10.82 ലക്ഷം ഹെക്ടേഴ്സാണ്. അത് മൊത്തം ആ ലാൻഡിൻ്റെ 27.8% കേരളത്തിലെ വനമേഖല. ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ വനമേഖല എത്ര ശതമാനമുണ്ടെന്നുള്ളത്. നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞത് 64% നമ്മൾ കൃഷി ചെയ്യുന്നത്. അവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നാളികേര കൃഷി ചെയ്യുന്നത് 30.44% ഭൂപ്രദേശത്താണ് കേരളത്തിൽ നാളികേരം കൃഷി ചെയ്യുന്നത്. അത് റബ്ബറാണെങ്കിൽ 21.78% സ്ഥലത്താണ് റബ്ബർ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലാന്റേഷൻ തോട്ടവിള കൃഷി ചെയ്യുന്നത് 28.22% സ്ഥലത്ത് തോട്ടവിളകളും കൃഷി ചെയ്ത് വരുന്നു കേരളത്തിൽ. അത് നെൽകൃഷി മൊത്തം അളവിൻ്റെ നെൽകൃഷി എന്ന് പറയുന്നത് 7.01% സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2024-25 നെല്ലിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് 5.30 ലക്ഷം ടണ്ണായിരുന്നു കേരളത്തിലെ നെല്ല് ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത് 3006 കിലോഗ്രാം ആയിരുന്നു നമ്മുടെ ഉൽപ്പാദന ക്ഷമത.
അത് പച്ചക്കറിയുടെ കാര്യത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2024-25 19.11 ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു പച്ചക്കറിയുടെ ഉൽപ്പാദനം. മത്സ്യ ഉൽപ്പാദനം എന്ന് പറയുന്നത് 9.28 ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2024-25 വർഷത്തെ മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജനസംഖ്യയുമായുള്ള മറ്റു പല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ജനസാന്ദ്രതയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ജനസാന്ദ്രത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രമായ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അത് കേരളത്തിലെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 860 ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്നവരുടെ എണ്ണമാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. 860 പേരാണ് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്നത്. അത് ദേശീയ ശരാശരി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വെറും 382 മാത്രമാണ്. അതിൽ തന്നെ ജനസാന്ദ്രതയുടെ കാര്യത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ, അതായത് 1508 ജനസാന്ദ്രത ഉള്ളത് തിരുവനന്തപുരം ജില്ലയാണ്. ഏറ്റവും കുറവ് 255 ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കുറവ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല ഏതാണെന്ന് ചോദിക്കും, തിരുവനന്തപുരം ജില്ലയാണ്. കുറവ് ഏതാണെന്ന് ചോദിക്കും, അത് ഇടുക്കി ജില്ലയാണ്. ഇനി നമ്മൾ മരണത്തിൻ്റെ രീതി, നമ്മൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക റിവ്യൂ അനുസരിച്ച് 2023 1,46,696 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ. അതായത് മൊത്തം മരണത്തിൽ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണത്തിൽ 59.92 പേർ പുരുഷന്മാരും 40.06% പേരുമാണ് സ്ത്രീകൾ. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പുരുഷന്മാരുടെ മരണസംഖ്യയാണ് കേരളത്തിൽ കൂടുതൽ ആണ് എന്നുള്ളത്. അപ്പോൾ മരണകാരണത്തിൻ്റെ ഒരു രോഗം വന്ന് മരിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. അതിൽ തന്നെ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം 45.82%, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ മൂലം മരിക്കുന്നവരുടെ എണ്ണം 12.9%. ഇനി നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു സാക്ഷരതയുമായി ബന്ധപ്പെട്ടതാണ്, ലിറ്ററസിയുമായി ബന്ധപ്പെട്ടതാണ്. ലിറ്ററസി എന്ന് പറയുന്നത് 2001 നമ്മുടെ ലിറ്ററസി ശതമാനം എന്ന് പറയുന്നത് 91%. അത് 2021 സെൻസസ് വർഷം, അല്ലെങ്കിൽ സെൻസസ് നടത്തിയപ്പോൾ നമ്മുടെ ലിറ്ററസി നിരക്കെന്ന് പറയുന്നത് 94% വർദ്ധിച്ചു. അതായത് പുരുഷന്മാരുടെ സാക്ഷരതാ നിരക്കെന്ന് പറയുന്നത് 96.1%, സ്ത്രീകളുടെ സാക്ഷരതാ നിരക്കെന്ന് പറയുന്നത് 92.1%. ഇന്ത്യ മാത്രമല്ല, ലോകരാജ്യങ്ങളെല്ലാം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അർബനൈസേഷൻ യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ കേരളത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളും അപേക്ഷിച്ച് കുറവാണ്. അതായത് 1961 നമ്മുടെ നഗരവൽക്കരണ നിരക്കെന്ന് പറയുന്നത് 15.11%. അത് 1991 ആയപ്പോൾ അത് 26.39% വർദ്ധിച്ചു. അത് 2011 സാമ്പത്തിക വർഷം, അല്ലെങ്കിൽ 2011 സെൻസസ് വർഷം നമ്മുടെ നിരക്കെന്ന് പറയുന്നത്, അർബനൈസേഷൻ നിരക്കെന്ന് പറയുന്നത് 47.7%. ഇപ്പോഴത്തെ നിരക്ക് തുടരുകയാണെങ്കിൽ 2036 കേരളത്തിൻ്റെ 96% പ്രദേശങ്ങളും നഗരവൽക്കരിക്കപ്പെടും. അപ്പോൾ അല്ലെങ്കിൽ നഗരത്തിലെ ആൾക്കാരുടെ ശതമാനം എന്ന് പറയുന്നത് 96% വർദ്ധിക്കുവാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ നഗരപ്രദേശങ്ങളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഊർജത്തിൻ്റെ സ്ഥിതിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായി വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിലെ വൈദ്യുതി സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 4412.14 മെഗാവാട്ടാണ്. അതായത് 4412.14 മെഗാവാട്ടാണ് കേരളത്തിലെ വൈദ്യുതിയെ സംബന്ധിച്ചുള്ള നമ്മുടെ സ്ഥാപിത ശേഷി. അതിൽ
ജലവൈദ്യുതിയുടെ ശതമാനം എന്ന് പറയുന്നത് 51.8% ജലവൈദ്യുതിയുടെ സംഭാവന, അതായത് 2284.42 മെഗാവാട്ട് സംഭാവന ചെയ്യുന്നത് അല്ലെങ്കിൽ പവർ ലഭിക്കുന്നത് ജലവൈദ്യുതിയിൽ നിന്നുമാണ്. സോളാർ വൈദ്യുതിയുടെ വ്യാപനം വർദ്ധിച്ചു കൊള്ളുകയാണ്. അത് 2024-25 വർഷം കോൺട്രിബ്യൂട്ട് ചെയ്തത് 1519.66 മെഗാവാട്ട് വൈദ്യുതിയാണ് നമുക്ക് സൗരോർജ്ജത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. താപവൈദ്യുതി നിലയങ്ങൾ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള വൈദ്യുതി നമുക്ക് ലഭിച്ചത് അല്ലെങ്കിൽ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 536.54 മെഗാവാട്ടിൻ്റെ സ്ഥാപിത ശേഷി മാത്രമാണ് താപനിലയങ്ങൾക്ക് ഉള്ളത്. അത് കാറ്റിൽ നിന്നുള്ള സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. 71.53 മെഗാവാട്ട് മാത്രമേ ഉള്ളൂ. അതായത് മൊത്തത്തിൻ്റെ 1.6% മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഉപഭോഗം എന്ന് പറയുന്നത് 29,311.76 MU ആണ് നമ്മുടെ ഉപഭോഗമെന്ന് പറയുന്നത്. അപ്പോൾ സംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ എണ്ണം എന്ന് പറയുന്നത് 12.6 ലക്ഷം പേരാണ് കേരളത്തിൽ സംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ പൊതുമേഖലയിൽ സംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം 5.6 ലക്ഷവും, അതായത് മൊത്തത്തിൻ്റെ 44.4%. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം 7 ലക്ഷവുമാണ്. അപ്പോൾ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം സാമ്പത്തിക റിവ്യൂവിൽ ലഭ്യമല്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ കേരളത്തിൽ 49.7 ലക്ഷം പേരാണ് ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ. ഇതിൽ 62.49% സ്ത്രീകളാണ്. അതായത് 31.08 ലക്ഷം പേർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ സ്ത്രീകളാണ്. ഇനി നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് ആകെ 12,945 സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ 12,945 സ്കൂളുകളിൽ അത് UP സ്കൂൾ വരും, LP വരും, ഹൈസ്കൂൾ വരും, ഹയർ സെക്കൻഡറി വരും, എല്ലാ സ്കൂളും ഉൾപ്പെടെയാണ് ഞാൻ ഈ പറഞ്ഞത്. 12,945 സ്കൂളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിക്കുന്നത് 36.3%. അതായത് 4,700-ലധികം സ്കൂളുകളാണ് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ ശതമാനം എന്ന് പറയുന്നത് 55.6%. അതായത് 7,202, ഒന്നുകൂടെ പറയാം, 7,202 സ്കൂളുകളാണ് എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അൺഎയ്ഡഡിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ എണ്ണം കുറവാണ്, 1043. അതായത് മൊത്തത്തിൻ്റെ 8% സ്കൂളുകൾ മാത്രമാണ് അൺഎയ്ഡഡ് മേഖലയിലെ സ്കൂളുകളുടെ എണ്ണം. കേരളത്തിൽ 14 യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. ആ യൂണിവേഴ്സിറ്റികളിലെല്ലാം കൂടി ആർട്സ് ആൻഡ് സയൻസുകളിലായി 230 കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സഹകരണ മേഖലയെ സംബന്ധിച്ചാണ്. മറ്റു പല സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സഹകരണ മേഖലയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സഹകരണ സംഘങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 16,429 സഹകരണ സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലും പ്രവർത്തിക്കുന്നത് കൺസ്യൂമറുമായി ഉപഭോക്തൃ സഹകരണ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഉപഭോക്തൃ സംഘടനയുടെ എണ്ണം എന്ന് പറയുന്നത് 4,609 സഹകരണ സംഘങ്ങളാണ് ഉപഭോക്തൃ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ വായ്പാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളുടെ എണ്ണം 3,756. ബാക്കിയുള്ളത് എല്ലാം ഈ ഭവന നിർമ്മാണ മേഖല, പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, വനിതാക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അങ്ങനെ നിരവധി മറ്റ് സഹകരണ സംഘങ്ങൾ കൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ നല്ല രീതിയിലുള്ള പുരോഗമനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2024-25 വർഷം മാത്രം 6,227 പുതിയ സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ഇനി പൊതുവിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കാർഡുകൾ അല്ലെങ്കിൽ പൊതുവിതരണ കാർഡുകൾ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നത് 94.9 ലക്ഷം പേർക്ക് കേരളത്തിൽ സ്വന്തമായി റേഷൻ കാർഡുകൾ ഉള്ളവരാണ്. അതിൽ ന്യായവില ഡിപ്പോകൾ 13,858 റേഷൻ ഷോപ്പുകളാണ് അല്ലെങ്കിൽ ന്യായവില ഡിപ്പോകളാണ് ഭക്ഷ്യധാന്യങ്ങൾ പൊതുജനങ്ങൾക്കായി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2024-25 വർഷത്തെ കണക്കിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആകെ 13.69 ലക്ഷം മെട്രിക് ടൺ അരിയാണ് അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളാണ് ഈ പൊതുവിതരണ ശൃംഖല മുഖാന്തരം വിതരണം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് 2025 ആഗസ്റ്റിലെ കണക്കുകൾ അനുസരിച്ച് 1.97 ലക്ഷം കിലോമീറ്റർ റോഡാണ് കേരളത്തിൽ ഉള്ളത്. ഇതിൽ PWDയുടെ കൈവശം 15.5% റോഡുകളാണ് PWD നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. അതായത് 29,573 കിലോമീറ്ററുകളാണ് PWDയുടെ കൈവശം ഉള്ളത്. അത് സ്റ്റേറ്റ് ഹൈവേയുടെ കൈവശം 4,128 കിലോമീറ്ററുകളാണ് ഉള്ളത്. അത് ഇതിനകത്ത് 25,425 റോഡുകൾ പ്രധാന റോഡുകളാണ്. ഇത് നമ്മൾ ദേശീയ നാഷണൽ ഹൈവേ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ 13 ദേശീയ ഹൈവേകളാണ് കടന്നു പോകുന്നത്. ആ 13 ദേശീയ ഹൈവേകളിലുമായിട്ട് 1,858 കിലോമീറ്ററുകളാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കൈവശം ഉള്ളത്. ഈ കേരളത്തിൽ ബാങ്കുകളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആകെ 8,085 ബാങ്ക് ബ്രാഞ്ചുകളാണ് കേരളത്തിലുള്ളത്. ഇതിൽ 10.19% ഗ്രാമീണ മേഖലയിലും 67.19% സെമി അർബൻ അർദ്ധനഗര പ്രദേശങ്ങളിലും ബാക്കിയുള്ള 22.62% നഗരപ്രദേശങ്ങളിലുമാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള നിരവധി കാര്യങ്ങളാണ് ഈ സാമ്പത്തിക റിവ്യൂവിൽ ഉള്ളത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കി ലഭ്യമാക്കിയിരിക്കുന്ന ഈ എക്കണോമിക് റിവ്യൂ നിങ്ങൾ വായിക്കേണ്ടതാണ്. അത് നമുക്ക് സൗജന്യമായി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ലഭ്യമാകും. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പരമാവധി നന്നായി വായിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് 10-20% ചോദ്യങ്ങൾ എല്ലാ വർഷവും എല്ലാ പരീക്ഷയ്ക്കും ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകളിൽ ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് നോക്കണമെന്ന് മാത്രമാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ഈ ചെറിയ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു.